എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇംഗ്ലീഷ് പഠനയാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡിന് നിങ്ങൾ നൽകിയ ഗംഭീര പ്രതികരണത്തിന് ഒത്തിരി നന്ദി. ഇന്നും പതിവ് പോലെ ഞാനും എന്റെ കൂട്ടുകാരിയും ഇവിടെയുണ്ട്. ഹായ് എവ്രിവൺ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? നമ്മൾ ഇന്ന് കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. ആർ യു റെഡി? ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന് നമ്മൾ കുറച്ച് കറങ്ങാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഒരു തുണിക്കടയിൽ പോകുന്നു, പിന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നു, അവസാനം പഴയൊരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. കൂടാതെ നമ്മുടെ ഹോബികളെക്കുറിച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്നും പഠിക്കുന്നു. തുണിക്കടയിലോ? അതൊരു നല്ല ഐഡിയ ആണ്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ കടയിൽ ചെല്ലുമ്പോ സെയിൽസ്മാനോട് ഇംഗ്ലീഷിൽ ചോദിക്കാൻ മടിയാണ്. എനിക്കൊരു കുർത്തി വേണമെന്ന് പറയാൻ ഐ വോണ്ട് എ കുർത്തി എന്ന് പറഞ്ഞാൽ മതിയോ? അത് തെറ്റല്ല, പക്ഷെ കുറച്ചുകൂടി നല്ലൊരു രീതിയുണ്ട്. ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സാധനങ്ങൾ അന്വേഷിക്കുകയാണല്ലോ. അതുകൊണ്ട് ഐ ആം ലുക്കിംഗ് ഫോർ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇന്ന സാധനം നോക്കുന്നു അല്ലെങ്കിൽ തിരയുന്നു എന്നർത്ഥം. ഐ ആം ലുക്കിംഗ് ഫോർ. ഓക്കെ, അപ്പോ ഞാനൊരു കുർത്തിയാണ് നോക്കുന്നത് എന്ന് എങ്ങനെ പറയും? ഐ ആം ലുക്കിംഗ് ഫോർ എ കുർത്തി. നമുക്കതൊന്ന് നോക്കാം. ഐ ആം എന്നാൽ ഞാൻ, ലുക്കിംഗ് ഫോർ എന്നാൽ അന്വേഷിക്കുന്നു, എ കുർത്തി എന്നാൽ ഒരു കുർത്തി. കേൾക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ടി ഇതൊന്ന് പതുക്കെ പറയാമോ? ഐ ആം ലുക്കിംഗ് ഫോർ എ കുർത്തി. വെരി ഗുഡ്. ഇനി സ്വാഭാവികമായി ഒന്ന് പറയൂ. ഐ ആം ലുക്കിംഗ് ഫോർ എ കുർത്തി. എക്സലന്റ്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. നിനക്കൊരു സാരിയാണ് വേണ്ടതെങ്കിലോ അതെങ്ങനെ പറയും? ഐ ആം ലുക്കിംഗ് ഫോർ എ സാരി. ശരിയല്ലേ? ശരിയാണ്. ഇനി അനിയന് വേണ്ടി ഒരു ഷർട്ടാണ് നോക്കുന്നതെങ്കിലോ? ഐ ആം ലുക്കിംഗ് ഫോർ എ ഷർട്ട്. ഇനി ഇഷ്ടപ്പെട്ട സാധനം കിട്ടി, പക്ഷെ അത് പാകമാകുമോ എന്നറിയില്ല, ഇട്ടു നോക്കണം. അതിന് ഇംഗ്ലീഷിൽ കെൻ ഐ ട്രൈ ദിസ് ഓൺ എന്ന് ചോദിക്കാം. വസ്ത്രങ്ങൾ ഇട്ടു നോക്കുന്നതിന് ട്രൈ ഓൺ എന്നാണ് പറയുക. ട്രൈ ദിസ് ഓൺ. ശരി, ഞാനൊന്ന് ശ്രമിക്കാം. അതെ, ആദ്യം ഒന്ന് പതുക്കെ പറഞ്ഞു നോക്കൂ. ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ. ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ. ഒന്നുകൂടെ പറയൂ. ക്യാൻ ഐ ട്രൈ ദിസ് ഓൺ. വെരി ഗുഡ്. ഇനി ഇട്ടു നോക്കാൻ എവിടെ പോകണമെന്ന് ചോദിക്കണ്ടേ? ട്രയൽ റൂം എവിടെയാണ് എന്ന് ചോദിക്കാൻ വേർ ഇസ് ദ ഫിറ്റിംഗ് റൂം എന്ന് ചോദിക്കാം. ഫിറ്റിംഗ് റൂം അല്ലെങ്കിൽ ചേഞ്ചിങ് റൂം എന്ന് പറയാം. വേർ ഇസ് ദ ഫിറ്റിംഗ് റൂം? യെസ്, വേർ ഇസ് ദ ഫിറ്റിംഗ് റൂം. ഇനി ഒരു കാര്യം കൂടി. ഡ്രസ് ഇട്ട് നോക്കി, പക്ഷെ എനിക്ക് കുറച്ചുകൂടി വലിയ സൈസ് വേണം. അതെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് ദിസ് ഇൻ എ ലാർജർ സൈസ്? ഡു യു ഹാവ് ദിസ് ഇൻ എ ലാർജർ സൈസ്? ഡു യു ഹാവ് ദിസ് ഇൻ എ ലാർജർ സൈസ്? യെസ്. ഇനി ചെറിയ സൈസ് ആണെങ്കിലോ ലാർജർ മാറ്റി സ്മോളർ എന്ന് ചേർത്താൽ മതി. ഡു യു ഹാവ് ദിസ് ഇൻ എ സ്മോളർ സൈസ്? ഡു യു ഹാവ് ദിസ് ഇൻ എ സ്മോളർ സൈസ്? കറക്റ്റ്. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇന്ന് നമുക്ക് വീട്ടിൽ പോകാൻ ഒരു ഓട്ടോ പിടിക്കാം. എന്റെ കൈ നിറയെ സഞ്ചികളാണ്. പെട്ടെന്നൊരു ഓട്ടോ പിടിക്കാം. പാളയത്തേക്കാണ് പോകേണ്ടത്. ഓട്ടോക്കാരനോട് പാളയം വരെ വരുമോ എന്നെങ്ങനെ ചോദിക്കും? അതിനിങ്ങനെ ചോദിക്കാം. വിൽ യു ഗോ ടു പാലയം? ഇതൊന്ന് പതുക്കെ പറഞ്ഞു പഠിക്കൂ. വിൽ യു ഗോ ടു പാളയം? ഇനി വേഗത്തിൽ. വിൽ യു ഗോ ടു പാളയം? വെരി ഗുഡ്. ഇനി കയറുന്നതിന് മുൻപ് കൂലി എത്രയാകുമെന്ന് ചോദിക്കണം. ഹൗ മച്ച് ഇസ് ദ ഫെയർ? ഫെയർ എന്നാൽ യാത്രാക്കൂലി. ഹൗ മച്ച് ഇസ് ദ ഫെയർ? ഹൗ മച്ച് ഇസ് ദ ഫെയർ? യെസ്, ഹൗ മച്ച് ഇസ് ദ ഫെയർ. ഇനി ഓട്ടോയിൽ പോകുമ്പോൾ വഴി പറഞ്ഞു കൊടുക്കണം. നേരെ പോകൂ എന്ന് പറയാൻ ഗോ സ്ട്രെയിറ്റ് പ്ലീസ് എന്ന് പറയാം. ഗോ സ്ട്രെയിറ്റ് പ്ലീസ്? ഗോ സ്ട്രെയിറ്റ് പ്ലീസ്? യെസ്. ഇനി വലത്തോട്ട് തിരിയൂ എന്ന് പറയാൻ ടേൺ റൈറ്റ്. ഇടത്തോട്ട് തിരിയൂ എന്ന് പറയാൻ ടേൺ ലെഫ്റ്റ്. ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ്. എക്സലന്റ്. ഇനി നമുക്ക് ആ കടയുടെ മുന്നിൽ നിർത്തൂ എന്ന് പറയണം. പ്ലീസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ഷോപ്പ്. ഇതൊന്ന് പറഞ്ഞു പഠിക്കാം. പ്ലീസ് സ്റ്റോപ്പ്, ദയവായി നിർത്തൂ. ഇൻ ഫ്രണ്ട് ഓഫ്, മുന്നിലായി. ദാറ്റ് ഷോപ്പ്, ആ കടയുടെ. പ്ലീസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ഷോപ്പ്. പ്ലീസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ഷോപ്പ്. വെരി ഗുഡ്. ഇനി ആ ഗേറ്റിന്റെ മുന്നിൽ നിർത്തൂ എന്നാണെങ്കിലോ ഷോപ്പ് മാറ്റി ഗേറ്റ് ചേർത്താൽ മതി. പ്ലീസ് സ്റ്റോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ഗേറ്റ്. വെരി ഗുഡ്. നമ്മൾ ഓട്ടോയിൽ വന്നിറങ്ങിയത് ഒരു പാർക്കിലാണ്. അവിടെ വെച്ച് നീ കുറെ നാളായി കാണാത്ത നിന്റെ പഴയ സ്കൂൾ കൂട്ടുകാരനെ കാണുന്നു. അവനെ കണ്ടപാടെ എന്തു പറയും? അയ്യോ, പഴയ കൂട്ടുകാരെയൊക്കെ കാണുന്നത് എന്ത് രസമാണ്. കണ്ടപാടെ എന്തു പറയണമെന്ന് പറഞ്ഞു തരൂ. ഇംഗ്ലീഷിൽ വളരെ മനോഹരമായൊരു പ്രയോഗമുണ്ട്. കുറെ നാളായി കാണാത്ത ഒരാളെ കാണുമ്പോൾ പറയാൻ.
ലോങ് ടൈം നോ സീ. ഇതിൽ ഗ്രാമർ ഒന്നും നോക്കണ്ട, കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ എന്നർത്ഥം. ഒന്ന് ആവേശത്തോടെ പറയൂ. ഹേ, ലോങ് ടൈം നോ സീ. ഇനി ചോദിക്കേണ്ടത് വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെന്നല്ലേ. ഹൗ ആർ യു എന്ന് ചോദിക്കാം. പക്ഷെ കുറച്ചുകൂടി നാച്ചുറലായിട്ട് ഹൗ ഹാവ് യു ബീൻ എന്ന് ചോദിക്കാം. ഇത്രയും നാൾ നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് അർത്ഥം. ഹൗ ഹാവ് യു ബീൻ. ഒന്നുകൂടെ പറയൂ. ഹൗ ഹാവ് യു ബീൻ. യെസ്. ഇനി അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് പറയണം. യു ലുക്ക് ഗ്രേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ യു ഹാവൻ ചേഞ്ച്ഡ് എ ബിറ്റ്. നീ ഒട്ടും മാറിയിട്ടില്ലല്ലോ. ഇതൊന്ന് പറഞ്ഞു നോക്കൂ. യു ഹാവൻ ചേഞ്ച്ഡ് എ ബിറ്റ്. യു ഹാവൻ ചേഞ്ച്ഡ് എ ബിറ്റ്. കറക്റ്റ്. ഇനി അവൻ ആകെ മാറിപ്പോയി എന്ന് വിചാരിക്കുക. നീ ആകെ മാറിപ്പോയല്ലോ എന്ന അത്ഭുതത്തോടെ എങ്ങനെ പറയും? അതെങ്ങനെയാണ്? യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. യു ഹാവ് ചേഞ്ച്ഡ്. നീ മാറിയിരിക്കുന്നു. എ ലോട്ട്. ഒത്തിരി. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ഇനി സംസാരിച്ച് പിരിയുമ്പോൾ നമുക്ക് സമ്പർക്കത്തിൽ തുടരണം, അല്ലെങ്കിൽ ഇനിയും വിളിക്കണം എന്ന് പറയാൻ. ലെറ്റ്സ് കീപ് ഇൻ ടച്ച്. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ലെറ്റ്സ് കീപ് ഇൻ ടച്ച്. ലെറ്റ്സ് കീപ് ഇൻ ടച്ച്. പെർഫെക്റ്റ്. ഇനി നമുക്ക് ഇന്നത്തെ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കാം. ഹോബീസ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് ചോദിക്കുന്ന കാര്യമാണ്, നിനക്ക് ഒഴിവ് സമയത്ത് എന്താണ് ചെയ്യാനിഷ്ടം എന്ന്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വാട്ട് ആർ യുവർ ഹോബീസ് എന്ന് ചോദിക്കാമോ? തീർച്ചയായും ചോദിക്കാം. പക്ഷെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇങ്ങനെ ചോദിക്കാം. വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം? നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം? ഒന്ന് പതുക്കെ പറഞ്ഞു നോക്കൂ. വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം? വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം? വെരി ഗുഡ്. ഇതിനുത്തരം എങ്ങനെ പറയണം? ഉദാഹരണത്തിന്, എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് മ്യൂസിക് എന്ന് പറയാം. പക്ഷേ ഐ എൻജോയ് എന്ന് ചേർത്ത് പറഞ്ഞാൽ കൂടുതൽ ഭംഗിയാകും. ഐ എൻജോയ് ലിസ്ണിംഗ് ടു മ്യൂസിക്. ഐ എൻജോയ് ലിസ്ണിംഗ് ടു ദ മ്യൂസിക്. ഐ എൻജോയ് എന്നാൽ ഞാൻ ആസ്വദിക്കുന്നു. ലിസ്ണിംഗ് ടു മ്യൂസിക് എന്നാൽ പാട്ട് കേൾക്കുന്നത്. ശരിയല്ലേ? ഐ എൻജോയ് ലിസ്ണിംഗ് ടു മ്യൂസിക്. യെസ്, വെരി ഗുഡ്. ഇനി സിനിമ കാണാനാണ് ഇഷ്ടമെങ്കിലോ? ഐ ലവ് വാച്ചിംഗ് മൂവീസ്. ഐ ലവ് വാച്ചിംഗ് മൂവീസ്. ഐ ലവ് വാച്ചിംഗ് മൂവീസ്. ഇനി വായനയാണ് ഇഷ്ടമെങ്കിലോ? ഇവിടെ നമുക്ക് ഐ ആം ഇൻ ടു എന്നൊരു സ്റ്റൈലിഷ് പ്രയോഗം പഠിക്കാം. ഐ ആം ഇൻ ടു റീഡിംഗ് ബുക്സ്. എനിക്കതിൽ വലിയ താൽപര്യമുണ്ട് എന്നാണ് അർത്ഥം. എന്റെ കൂടെ പറയൂ. ഐ ആം ഇൻ ടു റീഡിംഗ് ബുക്സ്. ഐ ആം ഇൻ ടു റീഡിംഗ് ബുക്സ്. ആഹാ, ഐ ആം ഇൻ ടു റീഡിംഗ് ബുക്സ്. ഇത് കൊള്ളാലോ. ഞാനൊന്ന് പതുക്കെ പറഞ്ഞു പഠിക്കട്ടെ. ഐ ആം ഇൻ ടു റീഡിംഗ് ബുക്സ്. എക്സലന്റ്. ഇനി ഒരു കാര്യം കൂടി. നമ്മൾ അങ്ങോട്ട് ഉത്തരം പറഞ്ഞിട്ട് തിരിച്ച് അവരോട് നിനക്കോ എന്ന് ചോദിക്കണ്ടേ? അതിന് ഹൗ അബൌട്ട് യു എന്ന് ചോദിക്കാം. ഉദാഹരണത്തിന്, ഐ ലവ് മ്യൂസിക്. ഹൗ അബൌട്ട് യു? എനിക്ക് സംഗീതം വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്കോ? ഐ ലവ് മ്യൂസിക്. ഹൗ അബൌട്ട് യു? ഒന്ന് ചോദിച്ചു നോക്കൂ. ഐ ലവ് മ്യൂസിക്. ഹൗ അബൌട്ട് യു? പെർഫെക്റ്റ്. ഇപ്പോൾ അതൊരു പൂർണ്ണമായ സംഭാഷണമായി മാറി. ഇന്ന് നമ്മൾ ഷോപ്പിംഗ്, യാത്ര, സൗഹൃദം, ഹോബികൾ എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, അല്ലേ? അതെ. ഡിയർ ഫ്രണ്ട്സ്, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കോമന്റ്സ് ആണ് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്രചോദനം. അതുകൊണ്ട് കൂടുതൽ ക്ലാസുകൾ വേണോ എന്ന് കോമന്റ്സിൽ ഞങ്ങളോട് ഇപ്പോൾ തന്നെ പറയണേ. ഇതിൽ നമ്മൾ പഠിച്ച ഓരോ വാചകവും നിങ്ങൾ തനിയെ പറഞ്ഞു നോക്കണം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതും താഴെ കോമന്റ് ബോക്സിൽ ചോദിക്കാം. യെസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഓഫീസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് വാക്കുകളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ കീപ് സ്മൈലിംഗ് ആൻഡ് കീപ് പ്രാക്ടീസിംഗ്. ബൈ എവ്രിവൺ. സീ യു സൂൺ.